പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഇതില് പവർ വിൻഡോ ഇല്ലെന്ന് പറയുന്നത് കറങ്ങി കറങ്ങി. പിന്നെ ഈ ഈ ഒരു ഫയൽ വെക്കാൻ ഉള്ള വീതിയുള്ള ഡാഷും ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളത് സീറ്റിന്റെ പുറകിൽ കയറ്റി വെക്കുകയാണ്. അതെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ഫോൾട്ടുകളൊക്കെ ഈ വണ്ടിക്കുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഞാൻ പറഞ്ഞേ ഇനിയിപ്പം നമ്മള് അവര് ഇരിക്കുന്ന നോക്കാം, ആ ഡ്രൈവർ ഇരിക്കുന്നുണ്ടോ? അതെ, ചൂട് കൊണ്ട് അതെ, കെട്ടുകാമിനകത്ത് അയാൾ ചൂട് കൊണ്ട് ആ പാവം പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എത്ര ദൂരം പോകാനുള്ളത്. അതെ അതെ. നമ്മൾ ആദ്യം ഫസ്റ്റ് ആ ഒരു ചേസ് എടുക്കാനാണ് നോക്കിയത്. പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ പല വഴികളും നോക്കി, നടന്നില്ല. അവസാനം നമ്മൾ കമ്പനിക്കോട്ടിൽ എത്തിയല്ല, നമ്മൾ കമ്പനിക്ക് അത് എടുക്കാം എന്നുള്ള ഇതിലാണ് എടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നോക്കിയിട്ട് നല്ലൊരു കംഫർട്ടാണ്. കാരണം ചൂട് ഭയങ്കരമാണ്. അപ്പൊ എന്തുവാന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ തന്നെ ആയാലും ചൂട് ചില നേരം നമുക്ക് സഹിക്കാത്തില്ല ഉച്ചക്കൊക്കെ അല്ലേ. അത് വണ്ടിയുടെ ചൂട്, കാരണം നമ്മൾ ചൂടും കൂടെ ഈ വണ്ടിക്കകത്ത് ഇത്ര AC ഇട്ട് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമുക്കറിയാലോ ഈ പുറത്തെ ചൂട് എന്തുമാത്രം ഉണ്ടെന്ന്. ഭയങ്കര ടോൾ അടിക്കുന്നത്, 570 രൂപയ്ക്ക് അടിക്കുന്നത്. അതിന്റെ സിസ്റ്റം നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് അവര് കാൽക്കുലേഷൻ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവ് വന്നാൽ നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണ് ടോളിന്റെ. കാരണം ഞാൻ പറയാലോ, കിലോമീറ്ററിന് ഒരു 100 രൂപ വെച്ച് ഇതിന് വാടക. കിലോമീറ്ററിന് 100 രൂപ. ബസ്സിന് പോലും 50. പിന്നെ ബസ് പോകുന്ന ദൂരമാണോ ഇത് പോകുന്നത്? അതല്ല, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിലോമീറ്റർ. ബസ്സിന് എത്ര വീലുണ്ട്? ബസ്സിന്റെ മൈലേജ് ആണോ ഇതിന്? എവിടെ 6 വീല് ബസ്സിന് എത്ര മൈലേജ് ഉണ്ട്? എന്തായാലും 4-5 കിട്ടുമായിരിക്കും. നല്ല ബസ്സിന് 7-6 മൈലേജ് ഒക്കെ വീഴും. എനിക്ക് തോന്നുന്നില്ല കിട്ടും. അങ്ങനെ സമയം ഏകദേശം 8 മണി ആയപ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാട് നിന്നും ആന്ധ്ര ബോർഡർ കയറാൻ പോവുകയാണ്. അപ്പോൾ ആന്ധ്ര കയറുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഏകദേശം ബോർഡറിന് അടുത്തായിട്ടുള്ള പമ്പിൽ നിന്ന് നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ആന്ധ്രയിൽ വില കൂടുതലാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു 2 രൂപ 3 രൂപ കുറഞ്ഞ റേറ്റാണ് ഇവിടെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു റേറ്റിന് മാക്സിമം ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആന്ധ്ര ബോർഡറിലോട്ട് കയറാൻ പോവുകയാണ്. അരുണാചൽ പ്രദേശ് യാത്രയുടെ തമിഴ്നാട് കാഴ്ചകളും വിശേഷങ്ങളും ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രി തന്നെ ആന്ധ്രാപ്രദേശിലോട്ട് കയറുകയാണ്. നാളെ ആന്ധ്രാപ്രദേശിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.